സ്നേഹമുള്ളവരെ, മരണം പോലെ നമ്മളിൽ വേർപിരിഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ട മേരി ചേച്ചിയുടെ മൃതസംസ്കാര കർമ്മങ്ങളുടെ വീട്ടിലെ കർമ്മം ആരംഭിക്കുകയാണ്. നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങളിൽ പങ്കുചേരാം. അനുദപിക്കുന്ന ഭാവികളും നിത്യസങ്കീർണമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനായി പണ്ഡിതനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രത്തിന്റെ വെഞ്ചരിപ്പ് സൂര്യദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ഈ ചന്ദ്രത്തിലെ നീ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹിമമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. വെള്ളി പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവൻ എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യ നിക്ഷേപം കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മരിച്ചവരെ അർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നേരിയ മനോവിധേയരാക്കുകയും ദയാധികത ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. സൃഷ്ടിച്ചവരാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ്
വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരന്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു അനുസരിച്ചു. എന്റെ സഹോദരന്റെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്ന കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, ദർശകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മണ്ഡത്തുന്നത് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹനിറഞ്ഞവരെ, പ്രിയപ്പെട്ട മേരി ചേച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനാ നിർഭരമായ അനുശോചനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കൾ സെലീം, സുലീം, സോണിയ, സജി, മരുമക്കള് ബേബി, ഷൈലി, ജെയിൻ, ഷിജി എന്നിവർക്കും പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്കും ഒത്തിരി പ്രാർത്ഥനയോടെ അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. ദീർഘമായ 81 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം നൽകിയ
ജീവിതം. തമ്പുരാന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സന്തോഷത്തോടെ ജീവിച്ചു തീർത്ത ഒരു നല്ല വീട്ടമ്മയുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിച്ച്, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വീട്ടമ്മ. ദൈവം നൽകിയ ഈ 81 വർഷക്കാലം പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഭവനത്തിലായിരുന്നുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ഒരു നല്ല വീട്ടമ്മ. സാധിക്കുമായിരുന്ന കാലങ്ങളിലെല്ലാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച്, വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ച് അത് കുടുംബത്തിലേക്ക് പകർന്ന ഒരു വീട്ടമ്മ. വിശ്വാസിയായി ജീവിച്ച് എല്ലാ പ്രകാശങ്ങളും സ്വീകരിച്ച് അവസാനം ദൈവത്തിൻ്റെ വിളിക്ക് സന്തോഷത്തോടെ മറുപടി നൽകി ഇന്ന് ഈ അമ്മ നമ്മുടെ മുമ്പിൽ നിന്നും യാത്രയാകുമ്പോൾ ഈ അമ്മയുടെ ജീവിത മാതൃക നമുക്ക് നൽകേണ്ട വലിയൊരു പാഠം, വിശ്വാസത്തിലായിരിക്കുക, മറ്റുള്ളവരെ വിശ്വാസത്തിൽ വളർത്തുക, അതിനുള്ള ഓരോ ഉപകരണങ്ങളുമായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നതാണ്. ഓരോരുത്തരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. കുടുംബത്തിൽ വിശ്വാസിയായി മാറുക, ലഭിച്ച വിശ്വാസം കുടുംബത്തിലുള്ളവർക്കും സമൂഹത്തിലുള്ളവർക്കും പകർന്നു നൽകുക, അതാണ് അമ്മച്ചിയുടെ ജീവിത മാതൃക. ജീവിതം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തരും ലഭിക്കുന്ന ഹ്രസ്വമായ ജീവിതം തമ്പുരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാനായിട്ട് ആണ് നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് വിളിച്ചിരിക്കുക. അവസാനം നനച്ചിരിക്കാത്ത നേരത്ത് അവിടുത്തെ വിളി വരുമ്പോൾ ഒരുക്കത്തോടുകൂടി അവൻ്റെ കൂടെ യാത്രയാവാൻ, അവൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടരാകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഓരോ മൃതസംസ്കാര ശുശ്രൂഷകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏത് നേരത്താണ് തമ്പുരാന്റെ വിളി വരുന്നത് എന്ന് നമുക്കറിയില്ല. അതിനാൽ ഒരുങ്ങിയിരിക്കുക എന്നാണ്. അവിടുത്തെ വിളിക്ക് പ്രത്യുത്തരമായി ഞാൻ ഒരുങ്ങിയില്ല കർത്താവേ എന്ന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനായിട്ട് ഇടവരരുത്. ഒത്തിരിയേറെ സാഹചര്യങ്ങളിലൂടെ, സാധ്യതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ സമയക്കുറവ് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒക്കെ തമ്പുരാന് ചേർന്ന വിധത്തിൽ ജീവിക്കാൻ മറന്നു പോകുമ്പോൾ അവസാന നിമിഷം അവന് വിളിക്കും, നിന്റെ സമയം അടുത്തു എന്ന്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഒരു നിമിഷം ഒരുങ്ങട്ടെ എന്ന് പറയുമ്പോൾ ആരും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് പറയുമ്പോഴവരെ ഓർക്കുക. അതുകൊണ്ട് ഓരോ മതസംസ്കാര ശുശ്രൂഷകളും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മെ പഠിപ്പിക്കേണ്ടത് ഏത് നിമിഷവും തമ്പുരാന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാനായിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. 2-3 വർഷമായി ഈ അമ്മച്ചി രോഗബാധിതയായി ശയ്യാവലംബയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ തമ്പുരാന്റെ വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്ന് അറിയാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. ഈ ഭവനത്തിൽ പല പ്രാവശ്യം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ തൻ്റെ കുടുംബത്തെ മുഴുവനും തമ്പുരാന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരമ്മ, ജീവിത പങ്കാളിക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത അമ്മ ഇന്ന് നമ്മോട് യാത്ര പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഓരോ കുടുംബത്തിനായിരിക്കുന്നവർ ഓർക്കുക, കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും കുടുംബത്തിലുള്ളവരെ തമ്പുരാന് വേണ്ടി ജീവിക്കാനായിട്ട് അവരെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നവരായിട്ട് മാറുക, വിശ്വാസം പകർന്നു നൽകുന്നവരായിട്ട് മാറുക എന്നതാണ്. നമുക്കും ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ഈ അമ്മയെ നമുക്ക് യാത്രയാക്കാം. പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അമ്മച്ചി രോഗബാധിതയായിട്ട് തീർത്തും കിടപ്പായ അവസരത്തിൽ പല പ്രാവശ്യങ്ങളിൽ മാറി മാറി വരികയും അമ്മച്ചിയെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ടുള്ള അവസരം ലഭിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ. അമ്മച്ചിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, നിങ്ങളുടെ വാത്സല്യവും സ്നേഹവും പരിചരണവും അമ്മച്ചിക്ക് ഏറ്റുവാങ്ങുവാനായിട്ട് ധാരാളം അവസരം ലഭിച്ചിരുന്നു. അവസാന നാളുകളിൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിലുള്ള യാത്ര അവസാനിപ്പിച്ച് തമ്പുരാന്റെ വിളിക്ക് പ്രത്യുത്തരമായ അവിടുത്തെ സന്നിധിയിലേക്ക് യാത്രയാവുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. അമ്മച്ചിയുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും കുറവുകൾ, അറിവില്ലാതെ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത്
ദേവസനത്തിലെ അമ്മച്ചിയുടെ ആത്മാവിനെ സ്വീകരിക്കണമെന്ന് നമുക്ക് തുടർന്ന് വരുന്ന കർമ്മത്തിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദർബാന ദുഃഖാലത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമ്മളത് തുടർന്നും പ്രാർത്ഥനയുടെ അമ്മച്ചിയുടെ കർമ്മങ്ങളിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും എല്ലാവരോടും ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ നിർമ്മത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തിച്ച് ചെയ്യാൻ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയെ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തിന്റെ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ വെറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസയുടെ പാപങ്ങൾ വെറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിന് ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. എന്റെ മഹനീയമായ ത്രിത്വത്തെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നടുവിപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമയരും ഞാനാകുന്നു, കരയരു ദൈവം കരുണയുടന്തികമാനഹിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്രയുടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ എല്ലാവരും റോഡിൻ്റെ ഒരു വശം ചേർന്ന് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. നടന്നാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. വാഹനങ്ങളുള്ളവരനുസരിച്ച് ക്രമീകരിക്കുക.
പ്രാർത്ഥനയോടെയും അമർച്ചയോടെയും യാത്രയത്തിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. പന്തലിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങി 2 വരിയായിട്ട് റോഡിൻ്റെ ഒരു വശം ചേർന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്റെ സഹോദരനെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നശ്വരമുള്ളകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ.
വിശുദ്ധ കണ്ണകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം വിശിഖരാജൻ പിന്നിൽ വരുമ്പോ പ്രസരിയുന്നേക്കും. നിന്റെ അരുവിലേക്ക് അവകാശിക്കപ്പെട്ട അത് വെച്ചാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
Good.
നിർമ്മലനാകും
അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ നീ വഴിയാവുന്നു, വഴിയിലേക്കുമടങ്ങുന്നവരുടെ സ്ഥലത്തിലെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മോദത്തോടുകൂടി അവസാന ദിവസം തന്നെ വർദ്ധമാവുന്നതേ. നീ സേവിച്ച ദൈവത്തിന്റെ ദയാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ വഴിയാകുന്നു, വഴിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ അന്തരത്തേക്കും മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരത്ത് വലം ഭാഗേ. ആരാധിച്ചു ആകാശഭൂമിയിലേതാകുന്നു, ആകാശവും നീ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹാപുത്രൻ റൂഹായി മൃതനാമിന്നിൽ ജനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രയത്നിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. ആഹാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവീസാനി പരിശുദ്ധൻ ബലവാനീ നീ പരിശുദ്ധൻ നിത്യനമത്യൻ പരിശുദ്ധൻ നിത്യപ നമ്മൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്തോളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ശരീരങ്ങളാം സാറായിലേശ അത്രകളും കൂടെ കടശയിലുദ്ധാനം നിധരാം ഗനിവാമരുളട്ടെ കർത്താവഹിലേശൻ. സംഗീതം നിന്നെ
നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടിയെടുക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞിൽ എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആട്ടുരുവിതേട് നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ യേശുവിന്റെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. സംസ്കാര ക്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ട് പോവുക. 15 മിനിറ്റുകൾക്ക് ശേഷം പള്ളിയിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു.
ഇവിടെ സർക്കാർ ഷാബ് അല്ല ആദ്യത്തെ പാരക്ഷണം എന്ന് പറഞ്ഞ ശിക്ഷിക്കാമെന്നാണ് ഒരു നേരം പാരക്ഷണം ആരും അനുവദിച്ചത് ഞാൻ മാത്രമല്ല അത്ര പോലും ഞാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ്